വയനാട് വാഗേരി സിസിയിൽ കൂട്ടിൽ കെട്ടിയിട്ട ആടിനെ കടുവ കൊന്നു. കല്ലിടാംകുന്ന് ജയ എസ്റ്റേറ്റിന് സമീപം കാക്കനാട് വർഗീസിന്റെ ആടിനെയാണ് കൊന്നത്. വനംവകുപ്പ് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുകയാണ്. ജിൻസ്, കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ കടുവ പിടിതരുന്നില്ല. എന്താണ് വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉള്ള ആലോചനകൾ? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 9:30യോടെയാണ് ഈ വാഗേരിക്ക് അടുത്തുള്ള ആവയലിൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ജെ എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന വർഗീസിന്റെ 3 വയസ്സുള്ള ഗർഭിണിയായ ആടിനെയാണ് ഈ കടുവ കൂട് പൊളിച്ച് ആക്രമിച്ചു കൊന്നത്. ഈ ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ ഇവിടെ എത്തുകയും പിന്നീട് ഈ ആടിനെ കൊലപ്പെടുത്തിയത് കാണുകയും ചെയ്തത്. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനപാലകർ ഉടനെ തന്നെ ഇവിടെ തെരച്ചിൽ നടത്തിയെങ്കിലും പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. ഉടൻ തന്നെ ഇപ്പോൾ ഈ ആക്രമണത്തിനിരയായ ഈ ആടിനെ തന്നെയാണ് ഇപ്പോൾ ഈ കടുവയ്ക്കായുള്ള കെണിയായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ വീണ്ടും മറ്റൊരു കൂടും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ മാസം 23-ന് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായം വരുന്ന പശുക്കളാവിനെയും ഈ കടുവ കൊലപ്പെടുത്തിയിരുന്നു. രണ്ടും ഒരേ കടുവയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് 2 കൂടുകളും ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഈ കടുവയെ പിടികൂടും എന്നുള്ള കാര്യമാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം വലിയ ഭീതിയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ, തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണ കർഷകരുമായ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് ഇപ്പോൾ പ്രദേശവാസികളും. രഞ്ജിത്ത്, ശരി.